ഗുഡ് മോർണിംഗ്. അമ്മയുടെ നീ റീപ്ലേസ്മെൻറ്റ് സർജറിയുടെ 5-ാമത്തെ ദിവസം തുടങ്ങിയുള്ള വിശേഷം കേട്ടോ. ഈ ഒരു വ്യൂ കാണിക്കാതെ നമുക്കൊരു വീഡിയോ പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് പാസേജിലൂടെയൊക്കെ നടന്നിട്ട് അമ്മ കുറച്ച് നേരം വന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കാം. അധികം സമയം നിൽക്കാൻ പറ്റില്ല. കുറച്ച് സമയം നിൽക്കുമ്പോഴത്തേക്കും കാലൊക്കെ കഴയ്ക്കും. അപ്പോൾ പതുക്കെ ഇങ്ങനെ നടന്ന് പോകും. എത്രത്തോളം നടക്കുന്നോ അത്രത്തോളം അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും. അപ്പം നമ്മൾ ഈ റീപ്ലേസ്മെൻറ്റ് സർജറിയൊക്കെ കഴിഞ്ഞിട്ട് റൂമിൽ തന്നെ കിടന്നുള്ള റെസ്റ്റിനേക്കാൾ കൂടുതൽ നമ്മൾ റെസ്റ്റ് എടുക്കുക. കുറച്ച് സമയം ഇങ്ങനെ നടക്കാം. എത്രത്തോളം നടക്കുന്നോ എത്രത്തോളം മൂവ്മെൻറ്റ് കിട്ടുന്നോ അതാണ് അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. 7-ാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മളുടെ വാക്കർ മാറ്റിയിട്ട് റൂമിൽ തന്നെ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കും. റൂമിൽ നടന്നൊരു കോൺഫിഡൻസ് ആയതിന് ശേഷം മാത്രമാണ് പിന്നെ നമുക്ക് പാസേജിൽ നടക്കാൻ പറ്റുള്ളൂ. ഈ ഒരു പാസേജിൽ ആദ്യം ഒരറ്റം തുടങ്ങി നമ്മുടെ റൂം ഏകദേശം ഒരു മിഡിൽ സ്പേസ് ആട്ടോ, അവിടം വരെ വന്നിട്ട് തിരിച്ചു പോകും. അങ്ങനെ കുറച്ച് നടന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫുൾ ലെങ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. പിന്നെ 9-ാമത്തെ ഇത് സന്ദർശകർക്കുള്ള ഇതാട്ടോ, ആരെ അലൗഡ് അല്ല ഇവിടെ. പിന്നെ 9-ാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ഓൾട്ടർനേറ്റ് സ്റ്റിച്ച് ഇവർ മാറ്റും. ഒരു സ്റ്റാപ്ലർ ഇങ്ങനെ പ്രസ് ചെയ്താട്ടോ വെച്ചിരിക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ പൊക്കി എടുക്കുകയുള്ളൂ. അതെടുത്ത് പിന്നെ അടുത്ത ഇതെടുക്കുന്നത് 11-ാമത്തെ ദിവസമാണ്. പിന്നെ അവർ വന്ന് ഡ്രസ്സൊക്കെ ചെയ്ത് ഇതൊക്കെ ടൈറ്റ് ചെയ്ത് ഇങ്ങനെ കിട്ടും. ഇത് നല്ലോണം ടൈറ്റ് ചെയ്ത് കെട്ടണം, അതല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ ഇത് ഊർന്നു പോകും. താങ്ക് യു.